ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കടമറ്റം പള്ളിയിലേക്കാണ്. കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നത് കുന്നത്തുനാട് താലൂക്കിലെ കോലഞ്ചേരിക്കടുത്തുള്ള കടമറ്റത്താണ്. ഈ കാണുന്നതാണ് കടമറ്റം പള്ളിയുടെ വിശാലമായ കോമ്പൗണ്ട്. ഈ പള്ളിയെക്കുറിച്ച് ഒരു ഐതിഹ്യങ്ങളുണ്ട്. നമ്മുടെ ബാല്യത്തിൽ കള്ളിയങ്കാട്ട് നീലിയെ തളയ്ക്കാൻ വന്ന കടമറ്റത്തച്ഛനെക്കുറിച്ച് കേൾക്കാത്തവരായി അക്കാലത്ത് ആരും തന്നെയില്ല. അക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് കടമറ്റം പള്ളി ഒന്ന് ചുറ്റിക്കാണണമെന്നുള്ളത്. ഇത്രയും കാലമായിട്ടും അതിന് ഒത്തുവന്നില്ല. ഈ അടുത്ത നാളുകളിൽ പള്ളി പലതവണയായി പുതുക്കി പണിതു എങ്കിലും ഇപ്പോൾ വിശാലമായ തരത്തിൽ ഒന്ന് പുതുക്കി പണിത് പഴമ പോകാതെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുടുംബസമേതം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ പള്ളിക്ക് ഒരു വലിയ കഥയുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ മാർ ആബോ എന്ന ബിഷപ്പാണ് ഈ പള്ളി നിർമ്മിച്ചത്. പേർഷ്യക്കാരനായ മാർ ആബോ ക്രിസ്തുമത പ്രചാരണത്തിനായി ഇന്ത്യയിൽ വന്ന കൂട്ടത്തിൽ പല പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ കടമറ്റത്തും എത്തിച്ചേർന്നു. അങ്ങനെ ഒരു ദിവസം എത്തിയപ്പോൾ പട്ടിണി കൊണ്ട് കരയുന്ന ഒരു കുട്ടിയെയും വിധവയെയും ഒരു വീട്ടിൽ കണ്ടു. ബിഷപ്പിനും ഭക്ഷണം വേണമായിരുന്നു. അരിപ്പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ആ വിധവയോട് ബിഷപ്പ് പറഞ്ഞു. നോക്കിയപ്പോൾ 2 മണി അരി കിട്ടി. അത് വേവിച്ചപ്പോൾ കലം നിറച്ച് ചോറ്. ഈ വിവരം നാട് ഭരിക്കുന്ന ആയക്കുന്നത്ത് കർത്താവ് അറിയാനിടവന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ മാറാരോഗവും മാർ ആബോ മാറ്റിക്കൊടുത്തു. ആ സന്തോഷത്തിൽ നാട്ടുരാജാവ് നൽകിയ സ്ഥലത്താണ് ഈ പള്ളി പണിതിട്ടുള്ളത്. ആ വിധവയുടെ മകൻ പിന്നീട് ക്രിസ്തുമതം സ്വീകരിക്കുകയും ഷമ്മാശനായി അദ്ദേഹമാണ് പൗലോസ് കത്തനാരായി നിലവിൽ അറിയപ്പെട്ടു പോന്നിരുന്നത്. കത്തനാർക്ക് അച്ഛൻ പട്ടം നൽകിയ ശേഷം മാർ ആൽബോ കൊല്ലത്തേക്ക് യാത്രയാവുകയും ചെയ്തു. ഇതാണ് ഈ കടമറ്റത്ത് പള്ളിയെക്കുറിച്ചുള്ള ഐതിഹ്യം. നമ്മൾ ഒരുപാട് മാന്ത്രിക കഥകളുമൊക്കെ കേട്ടിട്ടുള്ള ആ പള്ളിയും പള്ളി അങ്കണവുമൊക്കെ ഞാൻ അങ്ങനെ വളരെ സാവകാശം ചുറ്റി സഞ്ചരിക്കുകയാണ്. പള്ളിയുടെ ഓരോ നിർമ്മാണ രീതി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 9-ാം നൂറ്റാണ്ടിൽ പണിത പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സങ്കല്പത്തിൽ പോലും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളിയുടെ നിർമ്മിതിയും ഒക്കെ അന്നത്തെ പേർഷ്യക്കാരാണല്ലോ ഈ മാർ ആബോ എന്ന് പറയുന്ന മാന്യദേഹം. അന്നത്തെ കാലത്ത് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ വന്ന ടെക്നീഷ്യന്മാരും സാങ്കേതിക വിദഗ്ധരുമൊക്കെ അടങ്ങിയ നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളിയുടെ ആ ഒരു സാങ്കേതിക വശം ഇപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. അത് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ മുഖ്യ ലക്ഷ്യം. ചരിത്രാതീത കാലം മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലും അല്ലാതെയുമൊക്കെയായി ഇത്തരം ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും നിലവിലുണ്ട്. അതിൻ്റെ പണിക്കൂട്ടുകൾ കാണുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് കടമറ്റത്ത് പള്ളി പുതുക്കി പണിതു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം ഞാനും പങ്കാളിയും കൂടി അവിടെ എത്തുന്നത്. വന്നപ്പോൾ പള്ളി ആരാധനയ്ക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ കുർബാന നടക്കുന്നുമുണ്ട്. അത് അനുവാദത്തോടു കൂടി ഞാനും അതിൻ്റെ അകത്തേക്ക് പങ്കാളിയോടൊപ്പം പ്രവേശിച്ചു. പള്ളിയുടെ നിർമ്മിതിയും അതിൻ്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. പല പള്ളികളും ഇതേ സാമ്യത്തിലുള്ള രൂപനിർമ്മിതികളാണ് ഉള്ളത്. എന്നാലും പള്ളി പുതുക്കി പണിതപ്പോൾ അതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും എടുത്തു പറയേണ്ടതാണ്. വളരെ ശല്യമില്ലാതെ ഒരു മൂലയിൽ മാറി നിന്ന് അതിൻ്റെ വാതിൽപ്പടികളും നിർമ്മാണ ഭംഗിയുമൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ചു. എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തുകയും ചെയ്തു. പുതിയ അലങ്കാരങ്ങളും അതിൻ്റെ അകത്തളങ്ങളുമൊക്കെ നിർമ്മിച്ചിരിക്കുന്ന രീതി പഴമ ഒട്ടും ചോരാതെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. സെക്യൂരിറ്റി എന്നെ കാര്യമായിട്ടെന്തോ നോക്കുന്നുണ്ട്. ഞാൻ അനുവാദം വാങ്ങിയിട്ടാണ് പള്ളിക്കകത്ത് നിൽക്കുന്നത്. മോൾ ഭാഗമൊക്കെ തേക്കുകൊണ്ട് അതിമനോഹരമായ നിർമ്മിതിയാണ് വരുത്തി തീർത്തിട്ടുള്ളത്.
കടമറ്റം പള്ളി. അങ്ങനെ അകത്തളങ്ങൾ മുഴുവൻ ചുറ്റിക്കണ്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് കടക്കാൻ തീരുമാനിക്കുകയാണ്. എത്ര കണ്ടാലും മതിവരാത്ത ഒരു നിർമ്മിതി പോലെ എനിക്കത് അനുഭവപ്പെട്ടു. ഒരു വട്ടം കൂടി ഞാൻ പള്ളിയുടെ അകത്തളത്തെ എൻ്റെ ക്യാമറ കണ്ണുകളിലാക്കി മെല്ലെ പുറത്തേക്ക് കടന്നു. പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്കും അതൊരു സന്തോഷമാകും. അങ്ങനെ കടമറ്റം പള്ളിയുടെ അകത്തളങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അതിൻ്റെ വിശാലതയും ഭംഗിയും ആവോളം ആസ്വദിച്ച് ഞാനും പങ്കാളിയും പുറത്തേക്കിറങ്ങി. പള്ളിയുടെ പുറം കാഴ്ചകളും ഒന്ന് ചുറ്റിക്കാണാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും പള്ളിക്ക് വലം വച്ചു. പൂമുഖപ്പടിയുടെ പണിക്കൂട്ടുകൾ എത്ര കണ്ടാലും എനിക്ക് മതിയാകുന്നില്ല. ചുറ്റി സഞ്ചരിച്ചപ്പോൾ പല കബറിടങ്ങളും സെമിത്തേരികളും ഒക്കെ നമ്മെ സ്തബ്ധനാക്കി. നൂറ്റാണ്ടുകളും വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ പേരുകൾ ഇവിടെ അടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ്റെ അവസാന യാത്ര എത്തിച്ചേരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഹങ്കരിക്കുന്നതും വാരിക്കൂട്ടുന്നതുമായ സ്വാർത്ഥ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി. പച്ചപ്പാടിൻ്റെ സന്തോഷം അങ്ങനെ കടമറ്റം കത്തനാരുടെ പള്ളി കണ്ട് ഞങ്ങൾ സംതൃപ്തി അടഞ്ഞ് പുറത്തേക്കിറങ്ങുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.